ബി.ജെ.പി. ഗുരുവായൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പ്രസംഗം ഗുരുവായൂരിൽ വില പോവില്ലെന്ന് എൽ.ഡി.എഫ്. നിയോജക മണ്ഡലം കമ്മിറ്റി. നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സാഹോദര്യവും തകർക്കാനുള്ള ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമാണിതെന്നും നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സി. സുമേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നീതിപൂർവമായി നടത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കാവുന്നതല്ല. ഗുരുവായൂരിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ ഏതു കാലത്തും നിലപാടെടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി.ജെ.പി. എന്ന കാര്യം നമുക്കറിയാം. ഗുരുവായൂരിന്റെ സാമൂഹ്യ നവോത്ഥാന പോരാട്ടത്തിൽ യാതൊരു പങ്കുമില്ലാത്ത സംഘപരിവാർ ശക്തികൾ ഇപ്പോൾ മേനി നടിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സമരം നടക്കുമ്പോൾ സംഘപരിവാരം യാഥാസ്ഥിതികർക്കൊപ്പമായിരുന്നു എന്നതാണ് ചരിത്രം. ഗുരുവായൂരിന്റെ വികസനത്തിലും ബി.ജെ.പിക്ക് യാതൊരു പങ്കുമില്ല. നഗരസഭയും സംസ്ഥാന സർക്കാരും നടപ്പിലാക്കിയതാണ് എല്ലാ വികസന പദ്ധതികളും. ഗുരുവായൂർ കുടിവെള്ള പദ്ധതിയും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളും ബി.ജെ.പി. കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ലഭിച്ചവയാണ്. ഗുരുവായൂർ മേൽപ്പാലവും ഗവൺമെന്റ് അതിഥി മന്ദിരവും ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി യാഥാർത്ഥ്യമാക്കിയ വികസന പദ്ധതികളാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ ബി. ഗോപാലകൃഷ്ണന്റെ പ്രസംഗം ഈ നാട്ടിൽ വില പോവില്ലെന്നും എൽ.ഡി.എഫ്. പ്രതികരിച്ചു. സ്വതന്ത്രവും നീതിപൂർവവും നടക്കേണ്ട തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകിയിട്ടുണ്ടെന്നും സുമേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സങ്കുചിതമായ വിഭാഗീയ നിലപാടുകൾ സ്വന്തം വാർഡിൽ പോലും അദ്ദേഹത്തിന് സ്വീകാര്യത ഉണ്ടാക്കിയിട്ടില്ല. പുരോഗമന രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വലിയ പിന്തുണ നൽകുന്ന ഗുരുവായൂർ ക്ഷേത്രനഗരം ഗോപാലകൃഷ്ണന്റെ ജൽപ്പനങ്ങൾ തള്ളിക്കളയുമെന്നുറപ്പാണ്.